എന്താണ് പാൽക്കായം? ഫെറുല ഓഫ് ഫെറുല എന്ന സസ്യത്തിന്റെ വേരുകളിൽ നിന്നും തണ്ടിൽ നിന്നും ഊറിവരുന്ന പാൽ പോലുള്ള ദ്രാവകം ഉണക്കിയെടുക്കുന്നതിനെയാണ് കായം എന്ന് വിളിക്കുന്നത്. ഇത് ശുദ്ധമായ രൂപത്തിൽ ലഭിക്കുമ്പോൾ വെളുപ്പോ അല്ലെങ്കിൽ പാൽ നിറമോ ആയിരിക്കും. അതിനാലാണ് ഇതിന് പാൽക്കായം എന്ന പേര് വന്നത്. 2. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ശുദ്ധമായ കായം പ്യൂർ അസഫോയറ്റിഡ വളരെ കടുപ്പമുള്ള മണവും രുചിയുമുള്ള ഒന്നാണ്. അതിനാൽ അത് നേരിട്ട് പാചകത്തിന് ഉപയോഗിക്കാൻ പ്രയാസമാണ്. ചേരുവകൾ ശുദ്ധമായ കായത്തിന്റെ കടുപ്പം കുറയ്ക്കാനും എളുപ്പത്തിൽ ഉപയോഗിക്കാനുമായി അതിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കൂടാതെ ഭക്ഷ്യയോഗ്യമായ ഗം അറബിക് എന്നിവ നിശ്ചിത അനുപാതത്തിൽ ചേർക്കുന്നു. ഇത്തരത്തിൽ മിശ്രിതമാക്കുന്നതിനെയാണ് ഇംഗ്ലീഷിൽ കമ്പൗണ്ടഡ് അസാഫോയറ്റിഡ എന്ന ബോക്സിൽ എഴുതിയിരിക്കുന്നത്. 3. ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും ഉത്തമം. ഗ്യാസ് ട്രബിൾ, വയറുവീർക്കൽ, ബ്ലോട്ടിംഗ്, അസിഡിറ്റി, വയറുവേദന എന്നിവ കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. കറികൾക്ക് നല്ല രുചിയും മണവും. സാമ്പാർ, രസം, മോരുകറി, അച്ചാറുകൾ എന്നിവയിൽ കായം ചേർക്കുന്നത് പ്രത്യേക രുചിയും സുഗന്ധവും നൽകും. ആയുർവേദ ഗുണങ്ങൾ. ആയുർവേദ പ്രകാരം വാതദോഷങ്ങൾ ശമിപ്പിക്കുന്നതിനും ദഹനാഗ്നി കൂട്ടുന്നതിനും പാൽക്കായം ഉപയോഗിക്കാറുണ്ട്. 4. യഥാർത്ഥത്തിൽ ഇത് അപ്രൂവ്ഡ് ആണോ? അതെ, ഇത് പൂർണ്ണമായും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി FSSAI മാനദണ്ഡങ്ങൾ പ്രകാരം വിപണിയിൽ വിൽപ്പിക്കുന്ന ഭൂരിഭാഗം കായവും കമ്പൗണ്ടഡ് അസാഫോയറ്റിഡ എന്ന വിഭാഗത്തിൽപ്പെടുന്നതും ഉപയോഗിക്കാൻ സുരക്ഷിതവുമാണ്. നിങ്ങൾ വാങ്ങിയ പാക്കറ്റിന്റെ പുറകിൽ FSSAI ലൈസൻസ് നമ്പറും പച്ച അടയാളവും വെജ് സിംബൽ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്താവുന്നതാണ്. ശ്രദ്ധിക്കുക, ഗർഭിണികളും മറ്റ് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും കായം ഔഷധമായി വലിയ അളവിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. പാചകത്തിൽ സാധാരണ അളവിൽ ഉപയോഗിക്കുക.